RSPക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുഞ്ചക്കരി വാർഡിൽ കോൺഗ്രസിന്റെ വിമതയായി മത്സരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ കൃഷ്ണവേണിയാണ്. CPIMനെ ജയിപ്പിക്കാനുള്ള RSPയുടെ പ്രാദേശിക ഡീലിനെതിരെയാണ് തന്റെ മത്സരമെന്നും കൃഷ്ണവേണി മീഡിയ വണിനോട് പറഞ്ഞു. RSP നിർത്തുന്ന സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPIMലേക്ക് പോകുന്ന സാഹചര്യമുണ്ടെന്നും കൃഷ്ണവേണി ആരോപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുഞ്ചക്കരി വാർഡ് RSPക്ക് കൊടുത്തതിൽ പ്രതിഷേധിച്ച് മുൻ കോൺഗ്രസ് കൗൺസിലർ കൂടിയായ കൃഷ്ണവേണി ഇവിടെ ഒരു മത്സരത്തിനിറങ്ങിയാണ്. മുൻ കൗൺസിലർ, ജനകീയ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാണ് പ്രചരണത്തിൽ ഇറങ്ങുന്നത്. ഈ മത്സരം പാർട്ടി നേതൃത്വത്തിനെതിരാണോ? പാർട്ടി നേതൃത്വത്തിനല്ല, RSPക്കെതിരാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് RSPക്ക് ആൾക്കാരില്ലാത്തൊരു വാർഡാണ്, കോൺഗ്രസ് പ്രാതിനിധ്യമുള്ള ഒരു വാർഡാണ്. 25 വർഷമായിട്ട് അവർ സീറ്റ് വാങ്ങുകയും എന്നിട്ട് CPIMന് ജയിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും CPIMലോട്ട് പോകുന്നൊരു ചരിത്രമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടുണ്ടാകുന്നത്. അതിന് എതിരായിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്കുണ്ടോ? ഈ വാർഡിലെ എല്ലാ പാർട്ടിക്കാരുടെയും പിന്തുണ എനിക്കുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പേരുടെയും പിന്തുണയുണ്ട്. നിങ്ങൾ മുമ്പ് 2 തവണ കൗൺസിലറായി എന്ന് പറഞ്ഞു, ഒന്ന് പറയാമോ? തിരുവല്ലം വാർഡിൽ കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്നു 2010-15. 15-20 ഇവിടെ RSPക്ക് സീറ്റ് കിട്ടുകയും സ്ഥാനാർത്ഥി ഇല്ലാതെ ഇവർ ആളന്വേഷിച്ച് നടക്കുന്ന സമയത്ത് DCC നേതൃത്വം പറഞ്ഞതനുസരിച്ച് കോൺഗ്രസ് RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 684 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്? വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ഞാൻ മാറാതിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ അവർക്കുള്ളൂ. ഞാൻ വീണ്ടും വരണം എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. അത് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാം വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. മുൻ കൗൺസിലറാണ് കൃഷ്ണവേണി. ആ അർത്ഥത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.